എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ വെക്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വെക്ടർ അഡിഷൻ സബ്ട്രാക്ഷന് വേണ്ടിയിട്ടുള്ള പാരലോഗ്രാം മെത്തേഡ്, ട്രയാങ്കിൾ മെത്തേഡ് പഠിച്ചു. ഇനി നമുക്ക് ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് തിയററ്റിക്കലി നമുക്കൊരു റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ആണ്. When two vectors A and B which makes an angle theta degree. A എന്ന് പറയുന്ന ഒരു വെക്ടറും B എന്ന് പറയുന്ന ഒരു വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ തീറ്റ ഡിഗ്രി ആണെങ്കിൽ ഇയാളുടെ റിസൾട്ടന്റ്, ഇവരുടെ റിസൾട്ടന്റിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് അതിന്റെ റിസൾട്ടന്റിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണം. ഒന്നുകിൽ പാരലോഗ്രാം മെത്തേഡ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ട്രയാങ്കിൾ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോൾ പറയാണ്, കൺസിഡർ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ബി എന്ന് പറയുന്ന വേറൊരു വെക്ടർ. എപ്പോഴും ഓർക്കുക, രണ്ട് വെക്ടേഴ്സിന്റെയും ടെയിലും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്. ഹെഡും ടെയിലും കൂടെ ജോയിൻ ചെയ്ത് തീറ്റ കണ്ടുപിടിക്കരുത്. ടെയിലും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇതിന്റെ റിസൾട്ട് എ ബിയുടെ റിസൾട്ടന്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കുന്നു, പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിന്റെ പാരലോഗ്രാം വരച്ചതിന് ശേഷം അതിന്റെ ഡയഗണൽ വരയ്ക്കുന്നു. ഈ ഡയഗണലാണ് റിസൾട്ടന്റ് എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്ന പാരലലോഗ്രാം മെത്തേഡാണ്. പകരം ഇവിടെ നമ്മളൊരു വെക്ടർ ബി എ ഇവിടെ കൊണ്ടുവന്ന് വരച്ചിരുന്നു എങ്കിൽ ഇതെന്തായിട്ട് മാറിയേനെ? ട്രയാങ്കിൾ മെത്തേഡായി. അത്രയുമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ട്രയാങ്കിൾ മെത്തേഡാണ്. അപ്പൊ ഇവിടെ വരച്ച ബി എ കൊണ്ടുവന്ന് ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ മെത്തേഡായി. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതാണ് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ എങ്കിൽ ഇതിനെ നമുക്ക് ബി എന്ന് പറയാം, ഇതിനെ നമുക്ക് തീറ്റ എന്ന് എടുക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടേ? ഇത് തീറ്റയാണെങ്കിൽ ഈ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ രണ്ട് പാരലൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതും തീറ്റയായിരിക്കും. അപ്പൊ ഹിയർ തീറ്റ ഈസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇൻ പാരലോഗ്രാം മെത്തേഡ്, ട്രയാങ്കിൾ മെത്തേഡിൽ എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ ഇതാണ് തീറ്റ. ട്രയാങ്കിൾ മെത്തേഡ് നമ്മൾ ഇവിടെ പാരലോഗ്രാം മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഒരു ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ട്രയാങ്കിൾ മെത്തേഡ് ആയതുകൊണ്ട് ഞാൻ ട്രയാങ്കിൾ മെത്തേഡിൽ പറയുന്നു. അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട. എ ഈസ് എ വെക്ടർ, ബി ഈസ് അനദർ വെക്ടർ, ദിസ് ഈസ് ദ റിസൾട്ടന്റ്. അപ്പോൾ ഇതിനെ തീറ്റ എന്ന് എടുക്കാം എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക, വേറെ ഒന്നും ചിന്തിക്കേണ്ട. അപ്പൊ നമ്മുടെ മെയിൻ എയിം ഇതാണ്. ഇഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ, then what is the resultant? റിസൾട്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എത്ര, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നമുക്ക് പാരലോഗ്രാം മെത്തേഡ് വേണ്ടവർക്ക് അത് ചെയ്യാം, ട്രയാങ്കിൾ മെത്തേഡ് വേണ്ടുന്നവർക്ക് അത് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ട്രയാങ്കിൾ മെത്തേഡ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നു, the resultant of two vectors A and B by triangle method. അപ്പൊ ഇതാണ് വെക്ടർ ബി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഓർക്കുക, ഞാൻ നേരത്തെ വരച്ചത് അതിനാണ്. ഇതാണ് എക്കും ബിക്കും ഇടയിലുള്ള ആംഗിൾ തീറ്റ. ട്രയാങ്കിൾ മെത്തേഡിൽ ഇവിടെയാണ് തീറ്റ വരിക. അപ്പോൾ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഇൻ ട്രയാങ്കിൾ മെത്തേഡ് ഈസ് റെപ്രസെന്റഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതാണ് റിസൾട്ടന്റ്. റിസൾട്ടന്റിനെ തൽക്കാലം നമുക്ക് എയും ബിയും ആയിട്ട് സി എന്നെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ പറയുന്നു, പി ക്യു റെപ്രസെന്റ്സ് ദ വെക്ടർ എ, ക്യു ആർ റെപ്രസെന്റ്സ് ദ വെക്ടർ ബി, ആൻഡ് പി ആർ റെപ്രസെന്റ്സ് ദ റിസൾട്ടന്റ് സി. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു തീറ്റ. നമുക്ക് ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും തീറ്റയുടെയും ടേമിൽ റിസൾട്ടന്റ് സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ റിസൾട്ടന്റ് ഞാൻ ആർ എന്നല്ല എടുത്തിരിക്കുന്നത്, സി എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എ ഈസ് ദ വെക്ടർ, ബി ഈസ് ദ വെക്ടർ, സി ഈസ് ദ റിസൾട്ടന്റ് ബൈ ട്രയാങ്കിൾ മെത്തേഡ്. നമുക്കിവിടെ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യമേ ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ദിസ് ലൈൻ ടു ദിസ് ഡയറക്ഷൻ. ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും താഴേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. ഇതിന് ഞാൻ എസ് എന്ന് എടുക്കുന്നു. അപ്പൊ ഈ ആംഗിള് 90 ഡിഗ്രിയാണ്. അപ്പൊ ഇത്രയും ഞാൻ വരച്ചു കഴിഞ്ഞു. ഇതിന്റെ ഇത് കുഴപ്പമില്ലാത്തൊരു ഫിഗർ ആണ്. എന്നാലും നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് വരച്ച ഒരു ഫിഗർ ഞാൻ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതാണ് അതിന്റെ ഫിഗർ. പി ക്യു ഈസ് എ വെക്ടർ എ, ക്യു ആർ ഈസ് എ വെക്ടർ ബി, ആൻഡ് പി ആർ ഈസ് എ റിസൾട്ടന്റ് സി.
ഈ ആംഗിൾ ഇത് തീറ്റയല്ലേ, ഇത് ആൽഫ എന്നാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ആൽഫ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇത് ആൽഫ എന്നാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുക. ആൽഫ ഇതാണ് തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. ഇതാണ് ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ. എക്കും ബിക്കും ഇവിടെയുള്ള ആംഗിൾ തീറ്റയാണ്. നമുക്ക് റിസൾട്ടന്റിന്റെ വാല്യൂ സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചോണം. കൺസിഡർ ദ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ PRS. PRS എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ശ്രദ്ധിച്ചോണേ, ഒറ്റ പ്രാവശ്യമേ ഞാനിത് പറയും. അത് വെച്ചുകൊണ്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് പൈതഗോറസ് തിയറം ഹിയർ. ദെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു PR സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് P. കാണാൻ പാടുണ്ടെങ്കിൽ നോക്കണം. ഇതാണ് P, ഇതാണ് Q, ഇതെന്ന് പറയുന്നത് R ആണ്. ഇച്ചിരി വലുതാക്കി വരയ്ക്കാൻ കാണാൻ പാടുണ്ടെങ്കിൽ ഇതാണ് S. PQRS. ഇതാണ് റിസൾട്ടന്റ് C. ഇതാണ് A എന്ന് പറയുന്ന വെക്ടർ, ഇതാണ് B എന്ന് പറയുന്ന വെക്ടർ, ഇതുമാണ്. ഇത്രയും മനസ്സിലാക്കി. ഇത് ആൽഫയാണ്. ആൽഫ എന്താണെന്ന് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് എന്താ പറയാം? ബൈ പൈതഗോറസ് തിയറം PR സ്ക്വയർ ഈസ് ഈക്വൽ ടു PS സ്ക്വയർ പ്ലസ് RS സ്ക്വയർ. പക്ഷേ PS എന്ന് പറയുന്നത് PQന്റെയും QSന്റെയും സമ്മാണ്. Therefore this is equal to PQ plus QS the whole square plus RS square. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A plus B the whole square, that is PQ square plus QS square plus 2 into PQ into QS plus RS square, which is equal to PR square. This is equation number 1. ഒന്നുമില്ല, പൈതഗോറസ് തിയറം. PQ എന്ന് പറയുന്നത് A ആണ്. PQ എന്ന് പറയുന്നത് A ആണ്. പക്ഷെ QS എന്താണെന്ന് നമുക്കറിയില്ല. PQ അറിയാം, QS അറിഞ്ഞൂടാ, RSും നമുക്കറിയത്തില്ല. ഞാൻ ഇവിടെ എഴുതുന്നു. ഫ്രം ദിസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ? QRS എന്ന് പറയുന്നതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ആ ട്രയാംഗിളിൽ നിന്നും സൈൻ തീറ്റ എന്ത് കിട്ടുമെന്ന് നോക്കൂ. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു RS ഡിവൈഡഡ് ബൈ B or RS is equal to B sin theta കിട്ടും. RSന്റെ വാല്യൂ കിട്ടി. അതുപോലെ കോസ് തീറ്റ എടുക്കുക. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് QS ഡിവൈഡഡ് ബൈ B or QS is equal to B cos തീറ്റ. അപ്പൊ RSന്റെ വാല്യൂവും BSന്റെ വാല്യൂവും കിട്ടി. ഇനി ബാക്കി ഇതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല, തീർന്നു. ദാറ്റ് ഈസ് PR എന്ന് വിഷയം ആരാണ്? PR ഈസ് ഈക്വൽ ടു C. Therefore C square is equal to PQ. PQ എന്ന് പറയുന്നത് A. Therefore it is equal to A square plus QS. QS is equal to B cos theta ന്റെ സ്ക്വയർ ആവുമ്പോൾ B square cos square theta plus 2 into PQ എന്ന് പറയുന്നത് A plus QS എന്ന് പറയുന്നത് B cos theta plus RS എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് B sin theta ന്റെ സ്ക്വയർ ആവുമ്പോൾ B square sin square theta. ഇതിനകത്ത് ഇത് B square cos square theta, ഇത് B square sin square theta. രണ്ടും കൂടി ഒന്നിച്ച് എഴുതുമ്പോൾ C square is equal to A square plus B square into cos square theta plus sin square theta. ഇത് രണ്ടും കൂടി ഒന്നിച്ച് എഴുതി plus 2AB cos theta. What is sin square theta plus cos square theta? Which is equal to 1. Therefore, C square is equal to, ശ്രദ്ധിക്കുക, A square plus B square plus 2AB cos theta. This is the equation for C square. നമുക്ക് C square അല്ല വേണ്ടത്, C ആണ്. Therefore, C is equal to root of A square plus B square plus 2AB cos theta. This is the equation for the resultant. എന്തുവാ സംഭവം? When two vectors A and B, which makes an angle theta, then the resultant is given by root of A square plus B square plus 2AB cos theta. This is the equation for the resultant.
അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, സാറേ എ പ്ലസ് ബി ഇതാണ്, ബി പ്ലസ് എ ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞാണ് എ പ്ലസ് ബിയും ബി പ്ലസ് എ ഒന്ന് തന്നെയാണ്, ഇത് തന്നെ. അപ്പൊ എ മൈനസ് ബി ഡിഫറൻസ് ആയിരുന്നെങ്കിലോ സാറേ, അപ്പൊ ഇത് റിസൾട്ടന്റ് ആണെങ്കിൽ ഡിഫറൻസിന് വേറെ ഒന്നുമില്ല, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഡിഫറൻസ്. റിസൾട്ടന്റിന്റെയും ഡിഫറൻസിന്റെയും വാല്യൂ ഇതാണ്. When two vectors A and B which makes an angle theta degree with each other, then their resultant is equal to root of a square plus b square plus 2ab cos theta. Difference is equal to root of a square plus b square minus 2ab cos theta, where theta is the angle between A and B. ഇത് റിസൾട്ടന്റിന്റെയും ഡിഫറൻസിന്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആകുന്നുള്ളൂ, ഡയറക്ഷൻ ഇല്ല. എ വെക്ടർ ആണ്, ബി വെക്ടർ ആണ്. ആ എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റും അല്ലെങ്കിൽ ഡിഫറൻസും വെക്ടർ ആയിരിക്കണം. എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും വെക്ടർ ആയിരിക്കണം. എയും ബിയും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതും വെക്ടർ ആയിരിക്കണം. അപ്പൊ നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിസൾട്ടന്റ് നമുക്കറിയാം, ഡിഫറൻസ് നമുക്കറിയാം. ഇത് രണ്ടും എന്താണ്? റിസൾട്ടന്റും ഡിഫറൻസും മാഗ്നിറ്റ്യൂഡ് മാത്രമേ ആയുള്ളൂ. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കും? എന്താ ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ റിസൾട്ടന്റ് ഏതെങ്കിലും ഒരു വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് പറയുന്ന പേരാണ് ഡയറക്ഷൻ. പറഞ്ഞാൽ ഇപ്പോൾ ഇത് എ ബിയുമാണെന്ന് കരുതുക, ഇത് എ ബി. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്ന സപ്പോസ് ഇറ്റ് ഈസ് ഒരു 60 ഡിഗ്രി ആണെന്ന് കരുതുക. റിസൾട്ടന്റ് ഇങ്ങോട്ടേക്ക് കിട്ടി. മാഗ്നിറ്റ്യൂഡ് ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ വെച്ച് നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ ആംഗിൾ നോക്കുക. ഇത് കിട്ടുന്നത് ഒരു 20 ഡിഗ്രി എന്ന് കിട്ടിയാൽ നമ്മൾ എന്ത് പറയണം? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു സോ ആൻഡ് സോ വിച്ച് മേക്സ് ആൻ ആംഗിൾ 20 ഡിഗ്രി വിത്ത് ദ വെക്ടർ എ. എ എന്ന് പറയുന്ന വെക്ടറുമായിട്ട് 20 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. വേറൊന്നുമല്ല, റിസൾട്ടന്റ് എയിൽ നിന്നും 20 ഡിഗ്രിയിൽ ഇങ്ങനെ പോകുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇതെന്ത് 20 പറഞ്ഞു? ഇത് പറഞ്ഞൂടെ? പറയാം. ഇത് 20 ഡിഗ്രി ആണെങ്കിൽ ബാക്കി 40 ഡിഗ്രി അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയണം? റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ 40 ഡിഗ്രി വിത്ത് ദ വെക്ടർ ബി ഓർ 20 ഡിഗ്രി വിത്ത് ദ വെക്ടർ എ. ഒന്നുകിൽ റിസൾട്ടന്റ് മേക്സ് ആൻ ആംഗിൾ 20 ഡിഗ്രി വിത്ത് ദ വെക്ടർ എ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ, അല്ലെങ്കിൽ 40 ഡിഗ്രി വിത്ത് ബി എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞതിന്റെയൊക്കെ അർത്ഥം മനസ്സിലായി. ഈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ആലോചിക്കണ്ടേ, ഞാൻ ഒരു റൂമിന്റെ ഒരു ഇവിടെ നിൽക്കുക. പറഞ്ഞ ഒരാൾ എൻ്റെ അടുത്ത് പറയണേ, ഒരു 20 മീറ്റർ മാറി നിൽക്കുക, നടക്കുമോ? 20 മീറ്റർ. ഞാൻ പറഞ്ഞു എങ്ങോട്ട് നടക്കണം? ഇങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ? ഡയറക്ഷൻ പറയൂ. പിന്നെ അയാൾ പറയാണ് ഈ ഭിത്തിയുമായിട്ട് ഒരു 30 ഡിഗ്രിയിൽ അങ്ങോട്ട് മാറി നിൽക്കൂ. കേട്ടാ, ഈ 30 ഡിഗ്രിയിൽ അങ്ങോട്ട് പോകൂ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. ഇതുമായിട്ട് 30 ഡിഗ്രി ആണെങ്കിൽ ഇതുമായിട്ട് എത്ര ഡിഗ്രി? 60 ഡിഗ്രി. അപ്പൊ എന്ത് പറയണം? എ എന്ന് പറയുന്ന വാളിൽ നിന്നും 30 ഡിഗ്രിയിൽ അങ്ങോട്ട് പോകൂ, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വാളിൽ നിന്നും 60 ഡിഗ്രിയിൽ അങ്ങോട്ട് പോകൂ എന്ന് പറയുന്നതാണ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ കേസിൽ വാട്ട് ഈസ് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ പോവാണ്. നോക്കുക, വാട്ട് ഈസ് ഡയറക്ഷൻ? റിസൾട്ടന്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആണ് ഡയറക്ഷൻ. അതാണ് ആൽഫ. Resultant makes an angle, resultant C, which makes an angle alpha with the vector A. That is called direction. ആൽഫയുടെ വാല്യൂ എത്രയാണ്? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്നത്, ശ്രദ്ധിച്ചോണം, ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ ഫിഗറിൽ നിന്നും ടാൻ ആൽഫ നമ്മൾ എടുക്കുക. ടാൻ ആൽഫ ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണ്ട നിങ്ങൾ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് RS ഡിവൈഡഡ് ബൈ PS. RSA divided by PS. That is, it is equal to RSA divided by PQ plus QS. PQ plus QS. RS ന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയായിരുന്നു? B sin theta. That is B sin theta divided by PQ എന്ന് പറയുന്നത് A plus QS. QS is equal to B cos theta. Therefore, tan alpha is equal to this. ഇതിനകത്ത് ആൽഫ എടുക്കുമ്പോൾ എന്ത് എഴുതുമെന്ന് അറിയാമോ? Alpha is equal to tan inverse B sin theta divided by A plus B cos theta. ഇത് ആരുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്? റിസൾട്ടന്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ പറയുമ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്
ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബി സൈൻ തീറ്റ ഡിവൈഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പൊ ഈ ടാൻ ഇൻവേഴ്സ് ഒക്കെ എന്താണെന്നൊക്കെ അറിയണം. തൽക്കാലം നിങ്ങൾക്ക് അറിയുമോ എന്നുള്ളത് ഞാൻ നോക്കുന്നില്ല, തൽക്കാലം ഇത് പറയുന്നു. അപ്പോൾ റിസൾട്ടന്റ് വെൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിച്ച് മേക്സ് ആൻ, ഇനി ഞാൻ ഇതുവരെ നമ്മൾ പഠിച്ച സാധനം ഈ ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി നിങ്ങൾ എന്താണ് ഇതുവരെ പഠിച്ചതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കുന്നു, ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം, ആ ഡിറൈവ് ചെയ്ത് വെച്ചത് പഠിച്ചോണം, അത് ഞാൻ പറയുന്നില്ല. നോക്കുക, വെൻ ടു വെക്ടേഴ്സ് എ ആൻഡ് ബി വിച്ച് മേക്സ് ആൻ ആംഗിൾ തീറ്റ ഡിഗ്രി, അപ്പോൾ അവരുടെ റിസൾട്ടന്റ് ഇതായിരിക്കാം. ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് റിസൾട്ടന്റിന്റെ വാല്യൂ. എ മൈനസ് ബി ആയിരുന്നെങ്കിൽ, ആ പടത്തിനകത്തില്ല, ഡിഫറൻസ് ആയിരുന്നെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ഡിഫറൻസ്. ആ റിസൾട്ടന്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ ആൽഫ എത്ര? ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ. അപ്പൊ ചോദിക്കും സാറേ ഇത് പറയാതെ ഇപ്പുറത്തെ ആംഗിൾ പറഞ്ഞുകൂടെ? പറഞ്ഞു. അത് പറയുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ഡയറക്ഷൻ ബീറ്റ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? Beta is equal to tan inverse a sin theta divided by b plus a cos theta. This is the equation for the different angle. Theta alpha ആണെങ്കിൽ ആൽഫ, ബീറ്റ ആണെങ്കിൽ ബീറ്റ. ഇത് കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. അത് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ട്രയാങ്കിൾ മെത്തേഡോ പാരലോഗ്രാം മെത്തേഡോ ഉപയോഗിക്കും. മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇതും ഉപയോഗിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ രണ്ട് കാര്യം കൂടി പറയും. അപ്പൊ നമ്മുടെ റിസൾട്ടന്റിന്റെയും ഡിഫറൻസിന്റെയും വാല്യൂ നമുക്ക് കിട്ടിക്കഴിയും. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾ വീണ്ടും ഇവിടെ നോക്കിക്കോണം. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തെന്ന് ഓർക്കണം. ഇതൊക്കെ നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷനൊക്കെ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ അതിന്റെ ഡെറിവേഷനൊക്കെ നന്നായിട്ട് നോക്കിക്കണം, എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നൊക്കെ ഓർക്കുക. ഇനി ഞാൻ പറയുന്നത് റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു രണ്ട് വെക്ടേഴ്സ് ഞാൻ വീണ്ടും ഇവിടെ വരയ്ക്ക് വയ്ക്കുന്നു. Two vectors A and B which makes an angle theta degree with each other. അവരുടെ റിസൾട്ടന്റിന്റെ വാല്യൂ ഞാൻ ഇവിടെ എഴുതുന്നു. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അവരുടെ ഡിഫറൻസ് ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു ബോഡിയെ രണ്ടുപേരും ഒരേ ഡയറക്ഷനിലേക്ക് പിടിച്ചു വലിക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് എ പ്ലസ് ബി ആയിരിക്കണം. എന്നാൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് പിടിച്ചു വലിക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് എ മൈനസ് ബി ആയിരിക്കണം. ഓർമ്മയുണ്ടല്ലോ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് വീഡിയോ കാണാത്തത് ഇത് കണ്ടാൽ മനസ്സിലാവില്ല, അതൊക്കെ നോക്കിക്കോ. അപ്പൊ ഇവിടെ ചോദിക്കാണ്, ഇവിടെ എത്രയാണ് തീറ്റ? തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ എത്ര? തീറ്റയുടെ വാല്യൂ 0 ആണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു ഇതാണ് 0 ഡിഗ്രി. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. കോസ് തീറ്റയുടെ സ്ഥാനത്ത് 0, കോസ് 0യുടെ വാല്യൂ 1. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. കോസ് 0 കോസ് 0 1. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? എ പ്ലസ് ബി. അതാണ് നമ്മൾ ആദ്യം എയും ബി ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ ചോദിക്കാം സാറേ ഇവിടെ എത്ര കിട്ടും? നോക്കുക, ഇവിടെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോൾ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് 180. കോസ് 180യുടെ വാല്യൂ എത്രയാണ്? കോസ് 180യുടെ വാല്യൂ -1 ആണ്. അതുകൊണ്ട് ഇത് -2ab വരും. അപ്പൊ ആലോചിക്കും, ഇതെങ്ങനെ കിട്ടി സാർ? അതൊക്കെ അറിയണമെന്നുള്ളൊരു സൈനിന്റെയും കോസിന്റെയും ഒക്കെ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബേസിക്സ് ഇൻ ഫിസിക്സ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണുക. അല്ലാതെ സൈനിന്റെയും കോസിന്റെയും ഒക്കെ ഓരോന്നിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കണം, ഇല്ലാതെ പറ്റില്ല.
അപ്പൊ ഇതെന്ത് കിട്ടി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എ മൈനസ് ബി. അതല്ലേ അവിടെ പറഞ്ഞു വെച്ചത്. ഇത് ഇവിടെ ആണെങ്കിൽ എ മൈനസ് ബി വരുമെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 0 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. റൂട്ട് ഓഫ് എ സ്ക്വയർ. അപ്പൊ എന്ത് പറയാം? രണ്ട് വെക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ റിസൾട്ടന്റ് മാക്സിമം എ പ്ലസ് ബി, ഇങ്ങനെ വരുമ്പോൾ റിസൾട്ടന്റ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇങ്ങനെ വരുമ്പോൾ റിസൾട്ടന്റ് എ മൈനസ് ബി. അപ്പൊ പിന്നെ ചോദിക്കും വീണ്ടും ആംഗിൾ കൂടിയാലോ? അങ്ങനെ വരൂല. മാക്സിമം ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വരെ വരും. ഇത് 60 ഡിഗ്രി, ഇങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി, ഇങ്ങനെ വന്നാൽ ഇത് 120 ഡിഗ്രി എന്ന് പറയാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് 180 ഡിഗ്രിയാണ്. ഇനിയും ഇങ്ങോട്ടേക്ക് മാറിയാൽ ഇനി ഈ ആംഗിൾ അല്ല എടുക്കേണ്ടത്, ഇനി ഈ ആംഗിൾ എടുക്കാം. അപ്പോൾ മാക്സിമം രണ്ട് വെക്ടേഴ്സിനിടയിൽ വരുന്ന മാക്സിമം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. 0, 60, 90 ഇങ്ങനെ ഇവിടം വരെ വരാം. തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ആംഗിൾ വേണം എടുക്കാൻ. അപ്പൊ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? എ പ്ലസ് ബി. റിസൾട്ടന്റിന്റെ മിനിമം വാല്യൂ എത്രയാണ്? എ മൈനസ് ബി. അപ്പൊ റിസൾട്ടന്റിന്റെ എയുടെയും ബിയുടെയും രണ്ട് വെക്ടർ ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് മാക്സിമം എ പ്ലസ് ബി, മിനിമം എ മൈനസ് ബി. ഇനി ചോദിക്കാം, അപ്പൊ സാർ ഇവിടെ ഡിഫറൻസ് ആണെങ്കിലോ? ഡിഫറൻസ് ആയിരുന്നുവെങ്കിൽ ആദ്യമേ എ മൈനസ് ബി വരും. കാരണം കോസ് 0 1. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ദാറ്റ് ഈസ് ഈക്വൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അതിന്റെ റൂട്ട് 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കാരണം കോസ് 90 0. 180 ഡിഗ്രി ആണെങ്കിൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ശ്രദ്ധിക്കുക, തീറ്റ 0 ആകുന്ന സമയത്താണ് റിസൾട്ടന്റ് മാക്സിമം, ആ സമയത്ത് ഡിഫറൻസിന്റെ വാല്യൂ മിനിമം ആണ്. തീറ്റ 180 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് മിനിമം ആകും, ഡിഫറൻസ് മാക്സിമം ആകും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ എ പ്ലസ് ബി ആണ്, മിനിമം വാല്യൂ എ മൈനസ് ബി ആണ്. ഡിഫറൻസിന്റെയും മാക്സിമം വാല്യൂ എത്ര തന്നെയാണ്? എ പ്ലസ് ബി ആണ്. മിനിമം വാല്യൂ എത്രയാണ്? എ മൈനസ് ബി. അതിന്റെ അർത്ഥം ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ് 8 എന്ന് പറയുന്ന ഒരു വെക്ടറും 5 എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ്, അവയ്ക്കിടെ രണ്ട് വെക്ടേഴ്സ്, കൺസിഡർ 2 വെക്ടേഴ്സ് 8 and 5 ഈസ് ആക്ടിങ് ഓൺ എ ബോഡി. ശ്രദ്ധിച്ചോ നന്നായിട്ട്. 8 and 5 ആർ ആക്ടിങ് ഓൺ എ ബോഡി. വാട്ട് ഈസ് ദ റിസൾട്ടന്റ്? അവരുടെ റിസൾട്ടന്റ് എത്രയാണ് നമ്മളത് ചോദിക്കുക. അപ്പൊ നമ്മൾ പറയും 8 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 13. പറയരുത് അങ്ങനെ. കാരണം രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ പറയണം. ഇയാൾ ആംഗിൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇയാൾ എന്താ പറഞ്ഞത്? ഒരു ബോഡിയിൽ രണ്ട് വെക്ടേഴ്സ് ആക്കിയിരുന്നു 8 and 5. റിസൾട്ടന്റ് എത്ര? ഉടനെ നമ്മൾ എന്ത് പറയണം? സാർ അതിന്റെ ആൻസർ പറയാൻ പറ്റില്ല, 8 ഉം 5 എന്ന് പറഞ്ഞാൽ പോരാ, അവയ്ക്കിടയിലുള്ള ആംഗിൾ കൂടി പറഞ്ഞാൽ ഞങ്ങൾ റിസൾട്ടന്റ് പറഞ്ഞു തരാം. ഉടനെ അയാൾ പറഞ്ഞു അത് എനിക്ക് ആംഗിൾ അറിയത്തില്ല, ഇയാളുടെ റിസൾട്ടന്റ് എത്രയാണെന്ന് നിങ്ങൾ പറയണം. പിന്നെ നമ്മൾ പറയാം അങ്ങനെ കറക്റ്റ് ഒരു ആൻസർ പറയാൻ പറ്റത്തില്ല, ഞങ്ങളൊരു ആൻസർ പറഞ്ഞു തരാം. ഇതിന്റെ റിസൾട്ടന്റിന്റെ മാക്സിമം വാല്യൂ 13 ആയിരിക്കും, മിനിമം വാല്യൂ 3 ആയിരിക്കും. 3ക്കും 13നും ഇടയിലുണ്ടാവും. 3 ആകാം, 13 ആകാം, അതിനിടയിലുള്ള ഏത് വാല്യൂ വേണം വരാം. അല്ലാതെ ഞങ്ങൾക്കൊരു ആൻസർ പറയാൻ പറ്റത്തില്ല. കറക്റ്റ് സാറിന് ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ സാർ എന്ത് പറയണം? ആംഗിൾ തരണം. ആംഗിൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും ഇതിന്റെ മാക്സിമം വാല്യൂ 8 + 5 ആണ്, മിനിമം വാല്യൂ 8 - 5 ആണ്. ഇതിന്റെ ഇടയിലായിരിക്കും ഇതിന്റെ വാല്യൂ. ദാറ്റ് ഈസ് 3ക്കും 13നും ഇടയിലായിരിക്കും ഇതിന്റെ വാല്യൂ. കണ്ടാ, ഇത് എൻട്രൻസിന് ചോദിച്ചൊരു ക്വസ്റ്റൻ, നമ്മുടെ കേരള എൻട്രൻസിന് 4 മാർക്ക് അത്ര എഴുതി. അന്ന് ചോദിച്ച ക്വസ്റ്റൻ ഇതായിരുന്നു. There are 2 forces are acting on a body, that is 12 and 5. ഒരു ബോഡിയിൽ 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ദെയർ റിസൾട്ടന്റ്? ഇവിടെ റിസൾട്ടന്റ് അതായത് എ കൊടുത്തിരുന്നു 17, ബി കൊടുത്തിരുന്നു 7, സി കൊടുത്തിരുന്നു 13, ഡി കൊടുത്തിരുന്നു 6, എന്നിട്ട് ഇ കൊടുത്തിരുന്നു ഇൻ ബിറ്റ്വീൻ എത്രയാണ്? 7 and 17. ഇതാണ് ആൻസർ. കാരണം അവിടെ തീറ്റ തന്നിട്ടില്ല. തീറ്റ തരാത്തിടത്തോളം കാലം നമുക്ക് എന്ത് പറയാൻ പറ്റത്തില്ല? കറക്റ്റ് ആൻസർ പറയാൻ പറ്റത്തില്ല. നമുക്ക് ഉദ്ദേശം പറയാം. എന്ത് പറയാം? അയാളുടെ വാല്യൂ 12 + 5 ദാറ്റ് ഈസ് 17, 12 - 5 ദാറ്റ് ഈസ് 7. 7നും 17നും ഇടയിലുണ്ടാവും. ഇത് റിസൾട്ടന്റിന് മാത്രമല്ല, ഡിഫറൻസ് ആണെങ്കിലും അത് തന്നെയാണ്. എ + ബിയും എ - ബി. പക്ഷെ റിസൾട്ടന്റ് മാക്സിമം വരുന്നത് 0 ഡിഗ്രിയിലാണ്, ഡിഫറൻസ് മാക്സിമം വരുന്നത് 180 ഡിഗ്രിയിൽ. ആ വ്യത്യാസമേ ഉള്ളൂ. എന്തായാലും റിസൾട്ടന്റിന്റെയും ഡിഫറൻസിന്റെയും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? എ + ബിയും
ആണ് മിനിമം വാല്യൂ എ മൈനസ് ബി. അപ്പോൾ റിസൾട്ടന്റും ഡിഫറൻസും എ പ്ലസ് ബിയേക്കാൾ കുറയാനും പാടില്ല, എ പ്ലസ് ബിയേക്കാൾ കൂടാനും പാടില്ല. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഈ കേസിൽ റിസൾട്ടന്റ് 17 മേളിലോട്ട് പോകാനും പാടില്ല, 7 താഴോട്ടും പോകാൻ പാടില്ല. ഇതിനും ഇടയിൽ തന്നെ കിടന്നോണം. ഇതിന്റെ മേലോട്ട് പോകരുത്, തെറ്റാണ്. താഴോട്ട് വന്നാലും തെറ്റാണ്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ തീറ്റ തന്നാൽ കറക്റ്റ് ആൻസർ കണ്ടെത്താം, തീറ്റ തന്നില്ല എങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ കണ്ടെത്താൻ പറ്റില്ല. അവയുടെ ഒരു ഉദ്ദേശം ഇന്നതിന് ഇടയിലുണ്ടാകുമെന്ന് നമുക്ക് പറയാം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ്. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ ഇഫ് ടു ഡിഫറെന്റ് വെക്ടേഴ്സ്, ഓർക്കുക, എ ആൻഡ് ബി വിച്ച് മേക്സ് ആൻ ആംഗിൾ θ degree with each other, then their resultant is equal to root of a square plus b square plus 2ab cos theta, and the difference is equal to root of a square plus b square minus 2ab cos theta. പഠിച്ചു വയ്ക്കുക. θ 0 ആണെങ്കിൽ റിസൾട്ടന്റ് a plus b, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, 180 ഡിഗ്രി ആണെങ്കിൽ എ മൈനസ് ബി. എന്നാൽ ഡിഫറൻസ് 0 ഡിഗ്രിയിലാണെങ്കിൽ എ മൈനസ് ബി, 90 ഡിഗ്രിയിലാണെങ്കിൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, 180 ഡിഗ്രിയിലാണെങ്കിൽ എ പ്ലസ് ബി. ഓർക്കുക, റിസൾട്ടന്റും ഡിഫറൻസും ഈക്വൽ ആകുന്നത് എത്ര ഡിഗ്രിയിൽ? 90 ഡിഗ്രിയിൽ റിസൾട്ടന്റും ഡിഫറൻസും ഈക്വൽ ആണ്. എത്ര എൻട്രൻസിന് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? If the resultant of two vectors is equal to difference between the vectors, then what is angle between them? അപ്പൊ കണ്ണുടച്ചാൽ എഴുതിക്കോണം 90 ഡിഗ്രി. റിസൾട്ടന്റ് ഡിഫറൻസ് ഈക്വൽ ആകുന്നത് 90 ഡിഗ്രിയിലാണ്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നു, അത് പറ്റിയാൽ പഠിക്കുക, ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല, തീർത്തു പറയുന്നില്ല. ഇഫ് both the vectors are equal, എയും ബിയും ഈക്വൽ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് എത്രയായിരിക്കും? ഇഫ് both a and b are equal, then what is the resultant? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? രണ്ടിനും ഒരേ പേര് കൊടുക്കുന്നു. a square 2a cos theta, a square plus a square is equal to 2a square. രണ്ടിടത്തും കോമൺ ആയിട്ട് 2a square വരുന്നതുകൊണ്ട് 2a square into 1 plus cos theta. അപ്പോ രണ്ട് വെക്ടേഴ്സും ഈക്വൽ ആണെങ്കിൽ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a square into 1 plus cos theta. This is the equation for the resultant. അപ്പൊ ഡിഫറൻസ് എന്തായിരിക്കും? ഒന്നുമില്ല, അവിടെ മൈനസ് ഇട്ടാൽ മതി. റൂട്ട് ഓഫ് 2a square into 1 minus cos theta. ഓക്കെ, നമുക്ക് റിസൾട്ടന്റ് ഡിഫറൻസ് വരും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, പറ്റിയാൽ പഠിക്കുക. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 60 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 120 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് എത്രയായിരിക്കും? ഏതൊക്കെയാണ്? എയും ബിയും ഈക്വൽ ആണെങ്കിൽ. ഇഫ് ദ വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഈക്വൽ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഈക്വൽ ടു തീറ്റ 0 ആണെങ്കിൽ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യുന്നു. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു cos 0 1, 1 plus 1 is equal to 2. 2 into 2a square is equal to 4a square. 4a square റൂട്ട് എടുക്കുമ്പോൾ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 2a. 60 ഡിഗ്രി cos 60യുടെ വാല്യൂ 1/2. ഇതൊക്കെ ട്രിഗണോമെട്രിയിൽ പോയി പഠിച്ചോണം. അറിഞ്ഞുകൂടാത്തവർ ട്രിഗണോമെട്രിയിൽ പോയി ആ വീഡിയോ കൊണ്ട് അതിനുള്ള വാല്യൂസ് ഒക്കെ പഠിച്ചു വെക്കാം. ഇത് 1/2, 1 plus 1/2 is equal to 3/2. 2 2 കൂടെ ക്യാൻസൽ ആവും. therefore resultant is equal to root 3a. മനസ്സിലായോ? 2a square into 1 plus 1/2. 1 plus 1/2 is equal to 3/2. 2 ഉം 2 കൂടെ ക്യാൻസൽ ആയി പോയി. ഇപ്പൊ 3a square അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ root 3a. ഇനി തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ cos 90 0, അപ്പോൾ റൂട്ട് ഓഫ് 2a square into 1 plus 0. 1 plus 0 is equal to 1. 2a square റൂട്ട് എടുക്കുമ്പോൾ റിസൾട്ടന്റ് is equal to root 2a. cos 120യുടെ വാല്യൂ -12 ആണ്. അപ്പോൾ 2a square into 1 plus -12. 1 plus -12 is equal to 1 minus half. 1 minus half is equal to half. ഹാഫിന്റെ 2 ഉം 2 കൂടെ ക്യാൻസൽ ആയി. ബാക്കി എന്ത് വരും? a square. a squareന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? a. തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 0 ആവും. കാരണം cos 180 -1, 1 minus 1 is equal to 0 റിസൾട്ട്. ഇത് കാണാൻ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് മാക്സിമം 2a. തീറ്റ 60 ഡിഗ്രി ആകുമ്പോൾ റിസൾട്ടന്റ് ഇച്ചിരി കുറഞ്ഞ് root 3a ആയി. 120 ഡിഗ്രി ആകുമ്പോൾ ഇച്ചിരി കൂടെ കുറഞ്ഞ് root 2a ആയി. 120 ഡിഗ്രി ആയപ്പോൾ a ആയി. 180 ഡിഗ്രി ആയപ്പോൾ 0 ആയി. അപ്പൊ നമ്മൾ പഠിച്ച ആംഗിളുകൾ ഏതൊക്കെയാണ്? 0,
60, 90. അപ്പോൾ ചോദിക്കും സാറേ 1345 എടുക്കാത്തത്. 1345 എടുത്താൽ ഇതുപോലെ നല്ലൊരു ആൻസർ കിട്ടില്ല. റൂട്ടിനകത്ത് വീണ്ടും റൂട്ടൊക്കെ വരും, അതുകൊണ്ട് അത് എടുത്തില്ല. അപ്പോൾ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 2a, 60 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 3a, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 2a, 120 ഡിഗ്രി ആണെങ്കിൽ a, 180 ഡിഗ്രി ആണെങ്കിൽ 0. ഇത് തിരിച്ചെഴുതിയാൽ ഡിഫറൻസ് ആയി. ഇത് ആദ്യം എഴുതണം. 0 then a, അത് കഴിഞ്ഞാൽ റൂട്ട് 2a, അത് കഴിഞ്ഞാൽ റൂട്ട് 3a, അത് കഴിഞ്ഞാൽ 2a. ഇങ്ങോട്ടേക്ക് എഴുതിയ സാധനം നേരെ തിരിച്ച് താഴേക്ക് എഴുതി കഴിഞ്ഞാൽ ഡിഫറൻസ് ആയി. പറ്റിയാൽ പഠിച്ചു വയ്ക്കുക. ഞാൻ ഇത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പറ്റിയാൽ ഇത് പഠിച്ചു വയ്ക്കുക. പഠിച്ചു വെച്ചാൽ എളുപ്പമാണ്. അപ്പൊ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 0 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് 2a, 60 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 3a. ഒരെണ്ണം പഠിച്ചു വയ്ക്കുക. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 3a, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് 2a, 120 ഡിഗ്രി ആണെങ്കിൽ 180 ഡിഗ്രി ആണെങ്കിൽ 0. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇതാണ് നമ്മുടെ റിസൾട്ടന്റും ഡിഫറൻസും കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഇതാണ്. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് a and b which makes an angle theta degree is equal to root of a square plus b square plus 2ab cos theta. Difference is equal to root of a square plus b square minus 2ab cos theta. ഇത് പഠിച്ചു വയ്ക്കുക. രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് a പ്ലസ് ബി, ഓപ്പോസിറ്റ് ആണെങ്കിൽ റിസൾട്ടന്റ് a മൈനസ് ബി, 90 ഡിഗ്രി ആണെങ്കിൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് മൂന്നും പഠിച്ചു വയ്ക്കണം. അതിന്റെ കൂട്ടത്തിൽ പറ്റിയാൽ ഇതുകൂടി പഠിച്ചു വയ്ക്കുക. ഇത്രയും ആയപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് കഴിഞ്ഞു. റിസൾട്ടന്റും ഡിഫറൻസും കണ്ട് തിയററ്റിക്കലി നമ്മൾ ഇങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും വന്ന് നമ്മുടെ ചോദിക്കുകയാണ് ടു വെക്ടേഴ്സ് 12 and 16 they makes an angle 60 degree, then what is the resultant എന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്തെടുക്കണം. റൂട്ട് ഓഫ് ഇതല്ല, നേരത്തെ എഴുതി റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്ത് എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, cos theta വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടെത്തുക. പെട്ടെന്ന് ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ട്? ഡിഫറൻസ് ആണെങ്കിൽ മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos theta. ഇത്രയും ആയപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് വരുന്ന ഇഷ്ടംപോലെ ചാപ്റ്ററുകളിൽ നമുക്ക് റിസൾട്ടന്റിന്റെയും ഡിഫറൻസിന്റെയും ഈ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഏത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. അത് കിട്ടിയ മെത്തേഡ് പറഞ്ഞു തന്നു മാത്രം, നിങ്ങൾക്ക് പ്രൂഫിന് വേണ്ടി പറഞ്ഞു തന്നു. പക്ഷെ നിങ്ങൾ അതിന്റെ ആൻസറുകൾ പഠിച്ചു വയ്ക്കുക. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, ഡിഫറൻസ് ഈസ് ഈക്വൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos theta, പിന്നെ പറഞ്ഞ ആംഗിൾ അത് ഇത്ര നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്കുള്ളത് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം, പിന്നെ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്, ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്, അതുപോലെ തന്നെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണ്, ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് റെസൊല്യൂഷൻ, ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. ഓക്കെ, ബൈ.